السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരു കുറഞ്ഞ സമയത്ത് ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഇബാദത്ത് ചെയ്യുമ്പോൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ പ്രാവർത്തികമാക്കേണ്ടതായ ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. 10-40ഓളം കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു 15 കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു സമയത്ത് നമുക്ക് പറയാം. പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ ബാക്കിയുള്ളത് പറയാം. ഒന്നാമത്തെ കാര്യം, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നഫ്ഉൽ ഇബാദതി ലിൽ ഇബാദ് ലാ ലി ഖാലിഖിഹിം. നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന്റെ ഗുണം ഒന്നാമതായി നമ്മൾക്കാണ്, അല്ലാഹുവിനല്ല. നമ്മൾ എന്തൊക്കെ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടോ അത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ എത്ര തന്നെ ഇബാദത്തുകൾ ചെയ്താലും അല്ലാഹുവിനൊന്നും കൂടാനില്ല. നമ്മൾ എത്ര തന്നെ തെമ്മാടികളായി ജീവിച്ചാലും അല്ലാഹുവിനൊന്നും കുറയാനുമില്ല. നമ്മൾ ചെയ്യുന്ന ഏത് സൽക്കർമ്മങ്ങളും അതിന്റെ ഒന്നാമത്തെ ഗുണഭോക്താവ് നമ്മളാണ്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എനിക്ക് വേണ്ടിയാണ് ഞാൻ അമൽ ചെയ്യുന്നത്, ഇബാദത്ത് ചെയ്യുന്നത്, എനിക്ക് രക്ഷപ്പെടാൻ, എന്റെ പരലോക ജീവിതം നന്നാകാൻ, അതിനാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറയാറുണ്ട്, കുല്ലുൻ യുരീദുക ലഹു. എല്ലാവരും നിന്നെ ലക്ഷ്യം വെക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരും നിന്നെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിന്നെ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണം അവർക്ക് കിട്ടണമെന്ന ആഗ്രഹത്തിൽ ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ. ഫഇന്നമാ യുരീദുക ലക്. അല്ലാഹു തആല നിന്നോടൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ, നിന്നോടൊരു കാര്യം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിന് ആവശ്യമുള്ളത് കൊണ്ടല്ല, അതിന്റെ നേട്ടം നിനക്കാണ്. നിനക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു നിന്നോടത് പറയുന്നത്. അല്ലാഹു തആല നമ്മുടെ ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞു. അല്ലാഹു അത് ചെയ്യാൻ പറഞ്ഞത് അതിന്റെ ഗുണം നമ്മൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. നമുക്ക് വളരെ സുപരിചിതമായ ഖുദ്സിയ ഹദീസിൽ അല്ലാഹു തആല പറഞ്ഞു, യാ ഇബാദി ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ദാലിക ഫീ മുൽക്കി ശൈഅ. മനുഷ്യരും ജിന്നുകളും, നിങ്ങളിൽ ആദ്യമുണ്ടായവനും അവസാനമുണ്ടായവനും എല്ലാവരും ഏറ്റവും അത്ഖയായ, ഏറ്റവും തഖ്വയുള്ള മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തെ പോലെയുള്ള ഹൃദയമാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ജിന്നുകൾക്കും. എങ്കിലും മാ സാദ ദാലിക ഫീ മുൽക്കി ശൈഅ, എന്റെ അധികാരത്തിൽ അതൊന്നും വർദ്ധിപ്പിക്കുകയില്ല, ഒന്നിനെയും വർദ്ധിപ്പിക്കുകയില്ല. എല്ലാവരും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയമുള്ളവരാണെങ്കിലും അല്ലാഹ്ക്കൊന്നും കൂടാനില്ല. നേരെ തിരിച്ചും പറഞ്ഞു, യാ ഇബാദി ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും കാനൂ അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ നഖസ ദാലിക മിൻ മുൽക്കി ശൈഅ. മനുഷ്യരും ജിന്നുകൾ ആകമാനം അവരുടെ ഹൃദയം ഏറ്റവും അഫ്ജറു ഖൽബായ ഇബ്ലീസിന്റെ
ഹൃദയമാണെങ്കിൽ കൂടി എല്ലാവരും ഇബ്ലീസിന്റെ ഹൃദയം പോലെയുള്ള ഹൃദയമാണ് എല്ലാവർക്കും. ഏറ്റവും വൃത്തികെട്ടവരാണെങ്കിലും മാ നഖസ ദാലിക മിൻ മുൽക്കി ശൈഅ, എന്റെ അധികാരത്തിൽ നിന്ന് ഒരു കുറവും അത് വരുത്തുകയില്ല എന്ന് അല്ലാഹു തആല ഖുദ്സിയ ഹദീസിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ഗുണം നമ്മൾക്കാണ് ലഭിക്കാനുള്ളത് എന്ന ബോധം, നമ്മൾക്ക് വേണ്ടിയാണ് നമ്മൾ അമൽ ചെയ്യുന്നത്. ഞാൻ ചെയ്താൽ എനിക്ക് കിട്ടും, അതിന്റെ ഉപകാരം ഒന്നാമതായി എനിക്കാണ് ഉണ്ടാവുക എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒരു ബുക്ക് വരും ഇവിടെ വെക്കാൻ പറ്റും, ഖുർആനല്ലാത്ത. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഈ ഒരു കാര്യം നമ്മളെ പല രൂപത്തിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സൂറത്തുർ റൂമിൽ അല്ലാഹു തആല പറഞ്ഞു, വമൻ ആമില സാലിഹൻ ഫലിഅൻഫുസിഹിം യംഹദൂൻ. വമൻ ആമില സാലിഹൻ, ആരെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്താൽ അവർക്ക് വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരാൾ സൽക്കർമ്മം ചെയ്താൽ അവനാണ് അതിന്റെ ഗുണം എന്ന് അല്ലാഹു തആല പറഞ്ഞു. സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു പറഞ്ഞു, മൻ അമില സാലിഹൻ ഫലിനഫ്സി, ആരെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്താൽ, അമലുൻ സാലിഹ് ചെയ്താൽ ഫലിനഫ്സി, അതിന്റെ ഗുണം അവനാണ് അതിന്റെ ഗുണം എന്ന് അല്ലാഹു തആല പറഞ്ഞു. സൂറത്തുൽ ജാഥിയയിൽ അല്ലാഹു തആല വീണ്ടും പറഞ്ഞു, മൻ അമില സാലിഹൻ ഫലിനഫ്സി, ആരെങ്കിലും സൽക്കർമ്മം ചെയ്താൽ അത് അവനാണ് അതിന്റെ ഗുണമുള്ളത്. അപ്പോൾ ഒരാൾ നന്മ ചെയ്താൽ അതിന്റെ ഗുണം അവനാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. വിശുദ്ധ ഖുർആൻ പല സന്ദർഭത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സി, ആരെങ്കിലും ശുക്ർ കാണിച്ചാൽ അതിന്റെ ഗുണം അവന് തന്നെ, അതിന്റെ ഗുണം അവനാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. വമൻ തസക്ക ഫഇന്നമാ യതസക്ക ലിനഫ്സി, ആരെങ്കിലും നന്നായാൽ അവന് വേണ്ടിയാണ് നന്നായിട്ടുള്ളത്, അതിന്റെ ഗുണം അവനാണ്. വമൻ ജാഹദ ഫഇന്നമാ യുജാഹിദു ലിനഫ്സി, ആരെങ്കിലും ജിഹാദ് ചെയ്താൽ അതിന്റെ ഗുണം അവനാണ് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. സൂറത്തുൻ നംലിൽ പറഞ്ഞു, ഫമൻ ഇഹ്തദ ഫഇന്നമാ യഹ്തദി ലിനഫ്സിഹി, ആരെങ്കിലും ഹിദായത്ത് സ്വീകരിച്ചാൽ, ഹിദായത്തിലായാൽ അതിന്റെ ഗുണം അവന് തന്നെ. ഈ ആയത്തുകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, നമ്മൾ ചെയ്താൽ നമ്മൾക്കതിന്റെ ഗുണമുണ്ടാകും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ഒന്നും കുറയാനും കൂടാനും പോകുന്നില്ല. ഈ ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് കയറിയാൽ, ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്, നാളെ പരലോകത്ത് അല്ലാഹു തആല എനിക്ക് രക്ഷ നൽകണമെങ്കിൽ ഞാൻ അമൽ ചെയ്യണം, എന്റെ അമൽ മാത്രമേ എന്നെ സഹായിക്കുകയുള്ളൂ അള്ളാഹുവിന്റെ ഫضൽ കഴിഞ്ഞാൽ എന്ന് ചിന്തിക്കണമെങ്കിൽ, എന്ന് വിശ്വാസി ചിന്തിക്കും. നമുക്കറിയാവുന്ന ഏറെ സുപരിചിതമായ ഹദീസാണ്, യത്ബഉൽ മയ്യിത സലാസതുൻ, മയ്യിത്തിനെ 3 ആളുകൾ അനുഗമിക്കും. ഏതൊക്കെയാണ് 3 ആളുകൾ? ഒന്ന് അവന്റെ കുടുംബക്കാർ, അവന്റെ സമ്പത്ത്, അവന്റെ അമൽ. കുടുംബക്കാരും സമ്പത്തും തിരിച്ചു പോരും. സമ്പത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്റെ വാഹനം, അല്ലെങ്കിൽ അവന്റെ അടിമകൾ, അല്ലെങ്കിൽ അവൻ സമ്പത്ത് കൊണ്ടുണ്ടാക്കിയ ബന്ധങ്ങൾ, അവരൊക്കെ മയ്യത്തിന്റെ കൂടെ ഉണ്ടാകും. വയബ്ഖ അമലുഹു, അമല് മാത്രം ബാക്കിയാകും. അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അവന്റെ പിന്നീടുള്ള ജീവിതം നിശ്ചയിക്കുന്നത് അവന്റെ അമലുകളാണ്. അതുകൊണ്ട് ഞാൻ അമൽ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണം എനിക്കായിരിക്കും, ദുനിയാവിലും പരലോകത്തൊക്കെ. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ, ഈമാനോടുകൂടി ആണാകട്ടെ പെണ്ണാകട്ടെ അമൽ ചെയ്തു കഴിഞ്ഞാൽ ഫലനുഹിയ്യന്നഹു ഹയാതൻ തയ്യിബ, അവന് ഒരു നല്ല ജീവിതം നമ്മൾ കൊടുക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞു. അത് ദുനിയാവിലെ ജീവിതം, പരലോകത്തെ ജീവിതമെല്ലാം ഉൾപ്പെടും. അപ്പോൾ നമ്മൾ സൽക്കർമ്മം ചെയ്ത് ജീവിച്ചാൽ അതിന്റെ ഗുണമേറെയാണ്. ദുനിയാവിലതുണ്ട്, പരലോകത്തുണ്ട്, ഖബറിലുണ്ട്. അപ്പോൾ നമ്മൾ അമൽ ചെയ്താൽ അതിന്റെ ഗുണം നമ്മൾക്കുണ്ട് ഈ ജീവിതങ്ങളിലെല്ലാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് കാണാം, യുഅ്ത الرجل في قبره فإذا أوتي من قبل رأسه دفعته تلاوة القرآن. ഖബറിൽ ശിക്ഷ അവന്റെ തലഭാഗത്തുകൂടി കടന്നു വരുമ്പോ ഖുർആൻ പാരായണം അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അമൽ ആ ശിക്ഷയിൽ നിന്ന് അവനെ തടയും. വഇദാ ഉതിയ മിൻ ഖിബലി യദൈഹി, അവന്റെ കൈകളുടെ ഭാഗത്തിലൂടെ ഖബറിൽ ശിക്ഷ വരുമ്പോ ദഫഅതുഹു സദഖ, അവന്റെ കൈകൊണ്ട് കൊടുത്ത സദഖ ആ ശിക്ഷയിൽ നിന്ന് അവനെ തടയും. വഇദാ ഉതിയ മിൻ ഖിബലി റിജ്ലൈഹി ദഫഅഹു മശ്യിഉഹു ഇലാ അൽ മസാജിദ്, അവന്റെ കാലിന്റെ ഭാഗത്തുകൂടെ ശിക്ഷ കടന്നു വരുമ്പോ ദഫഅഹു മശ്യിഉഹു ഇലൽ മസാജിദ്, അവൻ പള്ളിയിലേക്ക് നടന്ന നടത്തം കാരണത്താൽ അത് അവൻ ആ ശിക്ഷയിൽ നിന്ന് തടയും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ അമൽ ചെയ്താൽ ദുനിയാവിലും ഖബറിലും പരലോകത്തൊക്കെ അതിന്റെ ഒന്നാമത്തെ ഗുണം നമ്മൾക്കാണ് ലഭിക്കാനുള്ളത് എന്ന ബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ഉലൈക അസ്ഹാബുൽ ജന്ന ഖാലിദീന ഫീഹാ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹു തആല അവരെ സ്വർഗ്ഗത്തിലാക്കിയതിനെ കുറിച്ച് പറഞ്ഞത് അവർ ചെയ്ത അമൽ കാരണത്താൽ അല്ലാഹു തആല അവർക്ക് പ്രതിഫലം കൊടുത്തതാണ്. ഒന്നാമത്തെ കാര്യം അതാണ്, നമ്മൾ ഇബാദത്ത് ചെയ്താൽ അതിന്റെ ഗുണം നമ്മൾക്കാണ്, അല്ലാഹുവിനല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏതൊരു നന്മ ചെയ്യുന്നുണ്ടെങ്കിലും അത് അല്ലാഹു നൽകിയ തൗഫീഖ് കൊണ്ടാണ്, അല്ലാഹുവിന്റെ നിഅമത്താണ് നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു സൽക്കർമ്മം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് അല്ലാഹുവിന്റെ നിഅമത്താണ്, അല്ലാഹുവിന്റെ തൗഫീഖാണ്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ആ അമൽ ചെയ്യാൻ സാധിച്ചത്. ഇപ്പൊ നോക്കൂ, നമ്മൾ ളുഹർ ജമാഅത്തിന് വന്നു, ഇവിടെ ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുന്നു, ഇതെല്ലാം അല്ലാഹുവിന്റെ നിഅമത്താണ്, തൗഫീഖാണ്. അല്ലാഹുവിന്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഏതൊരു നന്മയും ചെയ്യുന്നത്. അതേപോലെ തന്നെ ഏത് തിന്മയിലും നമുക്ക് വിട്ടുനിൽക്കാൻ സാധിക്കുന്നുണ്ടോ അത് അല്ലാഹുവിന്റെ തൗഫീഖാണ്, അല്ലാഹുവിന്റെ നിഅമത്താണ്. അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഏതായിരിക്കും? വീട്, സമ്പത്ത്, ഭാര്യ, ഇങ്ങനെയുള്ള ദുന്യവിയായ അനുഗ്രഹങ്ങളായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക. എന്നാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നിഅമത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് നിഅമത്തുൻ ദീനിയായ നിഅമത്തുകളാണ്. അല്ലാഹു തആല നമ്മൾക്ക് തൗഹീദ് തന്നു, അല്ലാഹു നമ്മൾക്ക് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകി, അല്ലാഹു നമ്മൾക്ക് ദീൻ പഠിക്കാനുള്ള സൗകര്യം നൽകി. ഇതാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ട നിഅമത്തുകൾ. അത്തരത്തിൽ നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്, തൗഫീഖാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖന്ദഖ് യുദ്ധവേളയിൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടങ്ങി ഒഴിക്കുന്ന സമയത്ത് മണ്ണിങ്ങനെ ഏറ്റിക്കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ പാടിയെന്നാണ്, വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈന വലാ സുംന വലാ സല്ലൈന. അല്ലാഹു ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കുമായിരുന്നില്ല. അല്ലാഹുവാണ് ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയത്. അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ നിസ്കരിക്കുമായിരുന്നില്ല, ഞങ്ങൾ നോമ്പെടുക്കുമായിരുന്നില്ല. അല്ലാഹുവിന്റെ തൗഫീഖ് ഒന്നുകൊണ്ടാണ് ഞങ്ങൾ നോമ്പെടുത്തത്, ഞങ്ങൾ നിസ്കരിച്ചത്, ഞങ്ങൾക്ക് ഹിദായത്ത് കിട്ടിയത്. മറ്റൊരു റിവായത്തിൽ ഇങ്ങനെ കാണാം, അല്ലാഹുമ്മ ലൗല അൻത മഹ്തദൈന വലാ തസദ്ദഖ്ന വലാ സല്ലൈന. ഞങ്ങൾ സദഖ കൊടുത്തതും നിസ്കരിച്ചതൊക്കെ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾക്കൊരു ഇബാദത്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സൽക്കർമ്മം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അല്ലാഹു എനിക്ക് നൽകിയ അനുഗ്രഹമാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. പൊതുവെ നമ്മൾക്ക് അനുഗ്രഹമാണ് എന്നൊരു ബോധം, ഒരു ഫീലിംഗ് എപ്പോഴാ കിട്ടുക? ദുനിയാവിന്റെ അനുഗ്രഹങ്ങൾക്കായിരിക്കും പൊതുവെ കിട്ടുക. എന്നാൽ ദീനിയായി ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് അതൊരു അനുഗ്രഹമാണ് എന്ന ഒരു അനുഭവപ്പെടൽ നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത്,
ഫൈദാ അൻഅമ അല്ലാഹു അലൈക ബിശ്ശുക്ർ, അല്ലാഹു നിനക്ക് ശുക്ർ ചെയ്യാൻ തൗഫീഖ് നൽകിയാൽ, ഒരു സൽക്കർമ്മം ചെയ്തുകൊണ്ട് അല്ലാഹുവിന് നന്ദി കാണിക്കാൻ നിനക്ക് അല്ലാഹു തൗഫീഖ് നൽകിയാൽ ഫഹിയ നിഅമതുൻ തഹ്താജു ഇലാ ശുക്രിൻ ആഖർ, അതൊരു നിഅമത്താണ്. ശുക്ർ, നമ്മൾക്ക് അല്ലാഹു ഒരു അനുഗ്രഹം നൽകിയാൽ അതിന് ശുക്ർ ചെയ്യണം. അതിന് നമ്മൾക്ക് ശുക്ർ ചെയ്യാൻ സാധിച്ചാൽ അത് മറ്റൊരു നിഅമത്താണ്. ആ നിഅമത്തിന് നമ്മൾ വീണ്ടും ശുക്ർ ചെയ്യണം. അതിന് നമ്മൾക്ക് ശുക്ർ ചെയ്യാൻ പറ്റിയാൽ അത് മറ്റൊരു നിഅമത്താണ്, അതിന് നമ്മൾ വീണ്ടും ശുക്ർ ചെയ്യണം. അങ്ങനെ ജീവിതം മൊത്തം ശുക്ർ കൊണ്ട് നിറഞ്ഞതായിരിക്കും വിശ്വാസിയുടേത്. നമ്മൾക്ക് അല്ലാഹു സമ്പത്ത് നൽകി, നമ്മൾ അല്ലാഹുവിന് നന്ദി കാണിച്ചു, ഒരു സൽക്കർമ്മം ചെയ്ത്. അല്ലാഹു നമുക്ക് സമ്പത്ത് നൽകിയപ്പോൾ നമ്മൾ ആ സമ്പത്തിൽ നിന്നൊരു വലിയ സംഖ്യ സദഖ കൊടുത്തു. ആ സദഖ കൊടുത്തു എന്നുള്ളത് മറ്റൊരു നിഅമത്താണ്. അതിന് നമുക്ക് മനസ്സ് നൽകിയെന്നുള്ള മറ്റൊരു നിഅമത്താണ്. ആ നിഅമത്തിന് നമ്മൾ മറ്റൊരു ശുക്ർ, ആ നിഅമത്ത് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിന് വേറെ ശുക്ർ ചെയ്യണം. ആ ശുക്റിന്, ആ നിഅമത്തിന് നമുക്ക് ശുക്ർ ചെയ്യാൻ സാധിച്ചാൽ അതിന് വേറെ ശുക്ർ ചെയ്യണം. അങ്ങനെ നിരന്തരം ശുക്ർ ചെയ്ത് ജീവിക്കേണ്ടവനാണ് വിശ്വാസി എന്നാണ്. ഏതൊരു കർമ്മത്തിനും അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിലേ നമ്മൾക്കത് ചെയ്യാൻ സാധിക്കൂ. നമുക്കറിയാം, ബാങ്കിന്റെ വിളിയാളം ഹയ്യ അല സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന വിളി മുഅദ്ദിൻ പ്രഖ്യാപിക്കുമ്പോൾ നമ്മളോട് ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു നന്മ ചെയ്യാനോ ഒരു തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനോ അള്ളാഹുവിന്റെ സഹായമില്ലാതെ എനിക്ക് സാധിക്കുകയില്ല. അതിനുള്ള കഴിവോ ശക്തിയോ എനിക്കില്ല. ഒരു ശക്തിയും ഒരു കഴിവുമില്ല അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ എന്നാണ് ആ വാചകത്തിന്റെ അർത്ഥം. ഈ വാചകം ഇങ്ങനെ ഇവിടെ ഹയ്യ അല സ്വലാ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരുവിൻ എന്ന് പറയുമ്പോൾ ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ടതിന്റെ ഹിക്മ, അതിന്റെ യുക്തി ഇബ്നു ബാസ് റഹിമഹുള്ള പറയുന്നുണ്ട്. അൽ ഹിക്മത്തു ഫീ ദാലിക്, അതിലുള്ള യുക്തി അന്നൽ അബ്ദ ദഈഫുൻ ലൈസ ലഹു ഖുദ്റത്തുൻ അല തഹവ്വുലി മിൻ ഹാലിൻ ഇലാ ഹാലിൻ ഇല്ലാ ബില്ലാഹ്. മനുഷ്യൻ ദുർബലനാണ്. അവനൊരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് ചലിക്കാൻ അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ സാധിക്കുകയില്ല. വമിൻ ദാലിക, അതിൽപ്പെട്ടതാണ് ദഹാബുഹു ഇലസ്സലാ ലിഅദാഇഹാ മഅൽ ജമാഅ. ജമാഅത്തായി അവന് പള്ളിയിൽ വന്ന് നിസ്കരിക്കണമെങ്കിൽ അവന് ശക്തി വേണം, കഴിവ് വേണം. അത് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ അവന് ലഭിക്കുകയില്ല. ലാ ഹൗല ലഹു വലാ ഖുവത അലാ ദാലിക ഇല്ലാ ബില്ലാഹ്. പള്ളിയിൽ വരാനും ജമാഅത്ത് നിസ്കരിക്കാനും അവന് അള്ളാഹുവിന്റെ സഹായമുണ്ടെങ്കിലേ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഫയസ്തശ്ഇറു അജ്സഹു വദഅഫഹു വഅന്നഹു ലാ യഖ്ദിറു അലാ ഇജാബത്തി ഹാദാ നിദാ ഇല്ലാ ബില്ലാഹി വഹ്ദ. അതുകൊണ്ട് അവന് ബോധ്യമുണ്ടാകണം, അവന്റെ മനസ്സിൽ അവന് തോന്നണം, അവന്റെ അശക്തി, അവന്റെ ദുർബലത, എനിക്ക് അള്ളാഹു തൗഫീഖ് നൽകിയാലല്ലാതെ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ സാധിക്കുകയില്ല, ആ ബാങ്കിന് ഉത്തരം കൊടുക്കാൻ സാധിക്കുകയില്ല എന്നവന് തോന്നണം. അതുകൊണ്ടാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിച്ചത് എന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലാഹു തആല നൽകുന്ന നിഅമത്താണ് നമ്മൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, യമുന്നൂന അലൈക അൻ അസ്ലമു, അവർ മുസ്ലിമായി എന്ന കാര്യം നിന്നോട് വലിയ കാര്യമായി എടുത്തു പറയുന്നു. ഖുൽ, നബിയെ താങ്കൾ പറയുക, ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, നിങ്ങൾ മുസ്ലിമായി എന്നുള്ളത് എന്നോട് എടുത്തു പറയേണ്ടതില്ല. നിങ്ങൾ മുസ്ലിമായത് ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാൻ ഇൻ കുൻതും സാദിഖീൻ. അല്ലാഹു തആലയാണ് നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക്, ഈമാനിലേക്ക് ഹിദായത്ത് നൽകിയത്. അല്ലാഹു നൽകിയ നിഅമത്താണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു പറഞ്ഞു, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ. നമ്മൾക്ക് ഈമാൻ ഇഷ്ടമുള്ളതാക്കി, നമ്മുടെ ഹൃദയത്തിൽ അത് ഭംഗിയുള്ളതാക്കി,
നന്മയോടുള്ള ഇഷ്ടം, തിന്മയോടുള്ള വെറുപ്പ്, കുഫറിനോടുള്ള വെറുപ്പ് അല്ലാഹു തആല നമ്മുടെ ഹൃദയത്തിൽ ഇട്ടു തന്നു. ഇത് അല്ലാഹു നൽകിയ നിഅമത്താണ്. നന്മയോടുള്ള ഇഷ്ടവും തിന്മയോടുള്ള വെറുപ്പും ഫദ്ലൻ മിനല്ലാഹി വ നിഅമ, അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അല്ലാഹുവിന്റെ നിഅമത്താണ്. അപ്പോൾ നന്മയോടുള്ള ഇഷ്ടം, നന്മ ചെയ്യാൻ സാധിക്കുക, തിന്മയോടുള്ള വെറുപ്പ്, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ, ഇതൊക്കെ അല്ലാഹുവിന്റെ ഫദ്ലും നിഅമത്തുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെ. നമുക്ക് നോമ്പെടുക്കാൻ സാധിച്ചു, അത് അല്ലാഹുവിന്റെ നിഅമത്താണ്. ഏതൊരു സൽക്കർമ്മവും അങ്ങനെ തന്നെ. റബീഉ ഇബ്നു ഹുസൈം റഹിമഹുല്ലാ അദ്ദേഹം നോമ്പ് തുറന്നാൽ ഇങ്ങനെ പറയാറുണ്ട് എന്നാണ്, അൽഹംദുലില്ലാഹില്ലദീ അആനനി ഫസുംതു, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും, അവൻ എന്നെ സഹായിച്ചു, അങ്ങനെ ഞാൻ നോമ്പെടുത്തു. അല്ലാഹുവിന്റെ സഹായം കൊണ്ട് എനിക്ക് നോമ്പെടുക്കാൻ സാധിച്ചു. വറസഖനീ ഫഅഫ്തർതു, എനിക്ക് അല്ലാഹു ഭക്ഷണം നൽകി, അങ്ങനെ ഞാൻ നോമ്പ് തുറന്നു എന്ന് അദ്ദേഹം പറയാറുണ്ട് എന്നാണ്. അപ്പൊ നോമ്പെടുക്കാൻ അല്ലാഹു സഹായിച്ചു, അല്ലാഹുവിന്റെ സഹായം കൊണ്ടാണ് എനിക്ക് നോമ്പെടുക്കാൻ സാധിച്ചത്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ ഏതൊരു സൽക്കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ നിഅമത്താണ് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നോക്ക്, ഈ സമയത്ത് മുസ്ലിം പേരുള്ള ഒരുപക്ഷെ നോമ്പെടുത്ത ആളുകൾ പോലും ഹറാമ് ചെയ്യുന്നുണ്ടാകും. ഹറാമ് കാണുന്നു, ഹറാമ് കേൾക്കുന്നു. അതിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി നമ്മളൊരു നല്ല കർമ്മത്തിനു വേണ്ടി മസ്ജിദിൽ വന്നിരിക്കുന്നു. ഈ നാട്ടിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് ലഭിക്കാത്ത തൗഫീഖാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഈ സമയത്ത് നമ്മുടെ നാട്ടിൽ തന്നെ വലിയ വലിയ വൻ പാപങ്ങൾ ചെയ്യുന്ന മുസ്ലിം പേരുള്ള ആളുകളുണ്ടാവും. ഇതേ സമയത്ത് പലിശ ഇടപാട് നടത്തുന്ന ആളുകളുണ്ടാവും, കള്ളു കുടിക്കുന്ന ആളുകളുണ്ടാകും, വൻ പാപമായ ഏറ്റവും ഗുരുതരമായ തിന്മ ശിർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാകും. അല്ലാഹു തആല നമ്മൾ അതിൽ നിന്ന് കാത്തി രക്ഷപ്പെടുത്തി. അല്ലാഹുവിന്റെ വലിയ നിഅമത്താണ്, വലിയ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് റമദാനിൽ നമ്മൾക്ക് നന്മ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് തുല്യതയില്ലാത്ത നിഅമത്താണ്. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല പറഞ്ഞത് കാണാം, ഫഇന്ന മൻ അദ്റക ശഹറ റമദാൻ, ഒരാൾക്ക് റമദാനിൽ ജീവിക്കാൻ സാധിക്കുകയും വമക്കനഹു അല്ലാഹു മിനൽ ഇന്തിഫാഇ ബിഹി, ആ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു അവന് സൗകര്യം കൊടുത്തു, റമദാനിനെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ അല്ലാഹു അവന് തൗഫീഖ് നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫഖദ് അൻഅമ അല്ലാഹു അലൈഹി നിഅമതൻ അദീമതൻ ലാ യഅദിലുഹാ ഷൈഉൻ, അവൻ അല്ലാഹു തആല വമ്പിച്ച മഹത്തരമായ നിഅമത്താണ് നൽകിയിട്ടുള്ളത്, അതിന് തുല്യമായി ഒന്നുമില്ല എന്നാണ്. അപ്പം റമദാനിൽ ജീവിച്ച് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു നൽകിയ വലിയ നിഅമത്താണത്. അല്ലാഹു തആല റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമത്തെ കാര്യം, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സൽക്കർമ്മം ചെയ്യാൻ സാധിക്കുക എന്നുള്ള അല്ലാഹുവിന്റെ തൗഫീഖാണ് നമ്മൾ പറഞ്ഞു. ആ തൗഫീഖിനെ നമ്മൾ നിരന്തരം അല്ലാഹുവിനോട് ചോദിക്കണം, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹു എനിക്ക് ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്റിസ് അലാ മാ യൻഫഉക വസ്തഈൻ ബില്ലാഹ്, നിനക്ക് ഉപകാരപ്പെടുന്ന കാര്യം നീ ആഗ്രഹിക്കുക, എന്നിട്ട് അല്ലാഹുവിനോട് സഹായം ചോദിക്കുക. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന എന്താണ്? മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദ് ഇന്നി വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക, അല്ലാഹുവാണ് സത്യം, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ, ഉസീക യാ മുആദ് ലാ തദഅന്ന ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ അൻ തഖൂൽ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതി. നിസ്കാരത്തിന് സലാം വീട്ടുന്നതിന് മുമ്പ്, നിസ്കാരത്തിന് സലാം വീട്ടിയതിനു ശേഷം, ഈ വാക്കിന് രണ്ടർത്ഥവും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്ന പ്രാർത്ഥന നീ ഒഴിവാക്കരുത്, ചൊല്ലാൻ നീ വിട്ടുപോകരുത്. എന്താ അതിന്റെ അർത്ഥം? നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, എന്നെ സ്മരിക്കാൻ അല്ലാഹു നീ എന്നെ സഹായിക്കണമേ. അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കിടന്നു നിന്നും ഇരുന്നൊക്കെ ചെയ്യാം, ഏതവസ്ഥയിലും ചെയ്യാം. ഒരാൾക്ക് ബോധമുണ്ടോ അയാൾക്ക് ചെയ്യാം, അയാൾ ശരീരം അനങ്ങുന്നില്ലെങ്കിൽ അയാൾക്ക് ചെയ്യാം. ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഇബാദത്താണ് ദിക്റുല്ലാഹ്. പക്ഷെ അതിന് അല്ലാഹുവിന്റെ സഹായം വേണം. നമുക്ക് എത്ര അദ്കാറുകൾ അറിയാം,
വലിയ വലിയ പുണ്യമുള്ള എത്ര അദ്കാറുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം അത് നമുക്ക് അമലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്ക്. അതിന് പ്രത്യേക തൗഫീഖ് വേണം. എളുപ്പത്തിൽ ചെയ്യാവുന്ന വമ്പിച്ച പ്രതിഫലമുള്ള അദ്കാറുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് നമ്മൾ പഠിച്ച, നമ്മൾ മനഃപ്പാഠമാക്കിയ, നമുക്കറിയാവുന്നത് തന്നെ നമ്മൾ ചൊല്ലുന്ന വിഷയത്തിൽ എത്രത്തോളം നമ്മൾ അലംഭാവം കാണിക്കുന്നുണ്ട്, വീഴ്ച വരുത്തുന്ന നമ്മൾ സ്വയം പരിശോധിച്ചു നോക്കുക. അതിന് അള്ളാഹുവിന്റെ സഹായം വേണം. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന കർമ്മമാണെങ്കിലും അതിന് അള്ളാഹുവിന്റെ സഹായം. അതാണ് അള്ളാഹുവിനോട് ചോദ്യം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക, നിനക്ക് ശുക്ർ ചെയ്യാൻ, വഹുസ്നി ഇബാദതിക, നിനക്ക് നന്നായി ഇബാദത്ത് ചെയ്യാൻ അള്ളാഹുവിന്റെ സഹായം എന്നോട് ചോദിക്കുന്നു. ഓരോ വഖ്ത് നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കും, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. ആ ഇബാദത്തിൽപ്പെട്ട മറ്റൊരു ഇബാദത്താണ് ഇസ്തിആന. ആ ഇസ്തിആന ഇബാദത്തിൽപ്പെടുന്ന ഒരു കാര്യം തന്നെ ഇസ്തിആനത്ത്. പക്ഷേ ആ ഇസ്തിആന ഇവിടെ ഇതിന്റെ കൂട്ടത്തിൽ ഇബാദത്തിനെ പറഞ്ഞതിന് ശേഷം ആ ഇബാദത്തിൽ പെടുന്ന ഒന്ന് വീണ്ടും എടുത്തു പറയാനുള്ള കാരണമായി മുഫസ്സിറുകൾ അബ്ദുറഹ്മാൻ അസ്സഅദി റഹിമഹുല്ലാഹി പോലുള്ള ആളുകൾ പറയുന്നത്, വദിക്റുൽ ഇസ്തിആനതി ബഅദൽ ഇബാദതി മഅ ദുഖൂലിഹാ ഫീഹാ, ഇബാദത്തിൽ പെടുന്ന ഒരു കാര്യമാണ് ഇസ്തിആനത്ത് എന്നായിട്ടുകൂടി വീണ്ടും ഇവിടെ വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറയാനുള്ള കാരണം ലിഹ്തിയാജിൽ അബ്ദി ഫീ ജമീഇ ഇബാദാതിഹി ഇലൽ ഇസ്തിആനതി ബില്ലാഹ്, ഒരടിമ ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ സഹായം അവൻ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അത് അവിടെ പറഞ്ഞത് എന്നാണ്. ഫഇന്നഹു ഇല്ലം യുഇൻഹു അല്ലാഹു, അല്ലാഹു തആല ഒരാളെ ഇബാദത്ത് ചെയ്യാൻ സഹായിച്ചിട്ടില്ല എങ്കിൽ ലം യഹ്സുൽ ലഹു മാ യുരീദു മിൻ ഫിഅലിൽ അവാമിരി വജ്തിനാബിൻ നവാഹി, അവനൊരു നന്മ ചെയ്യാനോ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനോ സാധിക്കുകയില്ല. അള്ളാഹു സഹായിച്ചാൽ ആ സഹായമാണ് നമ്മൾ അവിടെ പ്രധാനമായും ചോദിക്കുന്നത്. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം ഇബാദത്ത് ചെയ്യാനുള്ള സഹായം നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു എന്നാണ്. അതിന് പുറമെയുള്ള സഹായങ്ങളും അതിൽ പെടും. ഒന്നാമതായി അതിന്റെ താല്പര്യം തൊട്ടുമുമ്പ് പറഞ്ഞിട്ടുള്ള ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു, ആ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹുവെ ഞങ്ങളെ സഹായിക്കണമെന്ന തേട്ടമാണ് അതിലുള്ളത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അതിലുള്ള തൗഫീഖിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കണം, അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏതൊരു കാര്യം, ഇപ്പൊ നമ്മൾ റമദാന്റെ മുമ്പ് ഈ റമദാൻ ഏറ്റവും നല്ല രൂപത്തിൽ നല്ല ഒരു ഖുത്ത റമദാനിയ, റമദാനിലൊരു പ്ലാനൊക്കെ ഉണ്ടാക്കി റമദാനിലേക്ക് പ്രവേശിച്ച ആളുകൾ ആ പ്ലാൻ ആകെ താറുമാറായിട്ടുണ്ടാവും ചിലപ്പോൾ. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം, നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും അള്ളാഹുവിനോട് ചോദിക്കണം. ഇഹ്റിസ് അലാ മാ യൻഫഉക, അതാണ് പ്ലാനിങ്. നിനക്ക് ഉപകാരപ്പെടുന്നത് നീ ആഗ്രഹിക്കുക. ദുനിയാവിന്റെ കാര്യമാണെങ്കിൽ പരലോകത്തിന്റെ കാര്യങ്ങൾ അങ്ങനെ തന്നെ. പക്ഷെ അത് ആഗ്രഹിച്ചാൽ പോരാ. വസ്തഈൻ ബില്ലാഹ്, അള്ളാഹുവിനോട് ചോദിക്കണം, അള്ളാഹുവിനോട് ചോദിക്കണം. ഒരു പക്ഷെ നമ്മൾ വിചാരിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെ റമദാൻ ഉപയോഗപ്പെടുത്താൻ പറ്റാത്തതിനുള്ള കാരണം നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചതിന്റെ കുറവായിരിക്കും. അതുകൊണ്ട് അതേപോലെ തന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ചൊല്ലുമ്പോൾ നമ്മൾക്ക് ഈ ഒരു ബോധം മനസ്സിലുണ്ടാകണം. ഞാൻ ഈ ചോദിക്കുന്ന ഇസ്തിആന, ഈ സഹായത്തേട്ടം അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യാനുള്ള സഹായത്തേട്ടമാണ് എന്ന കാര്യം അതിലുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ലാ തദഅന്ന, നീ ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ നിസ്കാരത്തിലും ചൊല്ലാനാണ് അത് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മളിത് വർദ്ധിപ്പിക്കണം. നന്മ ചെയ്യാൻ അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ അബ്ദു മുഹ്താജുൻ ഫീ കുല്ലി വഖ്തിൻ ഇലൽ ഇസ്തിആനതി ബില്ലാഹി അലാ തആതിഹി. അള്ളാഹുവിന് സൽക്കർമ്മം ചെയ്യാൻ, അള്ളാഹുവിന് അനുസരിക്കാൻ ഒരടിമ എല്ലാ സമയത്തും അള്ളാഹുവിനോട് സഹായം ചോദിക്കേണ്ടതുണ്ട്. സൽക്കർമ്മം ചെയ്യാൻ അവൻ
ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എല്ലാ സമയത്തും അവൻ അള്ളാഹുവിനോട് അതിനുള്ള സഹായം നൽകണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഓരോ അടിമക്കുമുണ്ട് എന്നാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. ധാരാളക്കണക്കിന് സലഫുകളുടെ അഖ്വാലുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാം. ഇനി നാലാമത്തെ കാര്യം പറയാം. എവിടെ എത്ര മണിയുടെ ക്ലാസ് ഉണ്ടായാലും പെട്ടെന്ന് പറഞ്ഞു പോകാം. നാലാമത്തെ കാര്യം, അമലുകൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും എല്ലാ അമലുകളും ഒരേപോലെ ഒരേ അളവിൽ ചെയ്യാൻ സാധിക്കുകയില്ല. അതിൽ ഏറ്റ വ്യത്യാസമുണ്ടാവും. ശരിക്കും മനസ്സിലാക്കണം. എല്ലാവർക്കും എല്ലാ അമലുകളും ഒരുപോലെ ചെയ്യാൻ സാധിക്കൂല. ഓരോരുത്തർക്കും അതിൽ വ്യത്യാസമുണ്ടാകും. അതാണ് ഇബ്നു അൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, وَمِنَ النَّاسِ مَنْ يَكُونُ سَيِّدُ عَمَلِهِ وَطَرِيقُهُ إِلَى اللَّهِ طَرِيقَ الْعِلْمِ وَالتَّعْلِيمِ. ചില ആളുകൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ, സയ്യിദുൽ അമൽ, അവരുടെ അമലുകളുടെ കൂട്ടത്തിലെ നേതാവ് എന്ന് പറയാൻ പറ്റുന്ന സുപ്രധാനമായ കർമ്മം, അള്ളാഹുവിലേക്കുള്ള അവന്റെ യാത്രയിൽ അവൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കർമ്മം പഠിപ്പിക്കുക എന്നുള്ളതായിരിക്കും. അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കാനായിരിക്കും അവൻ കൂടുതൽ സമയം കണ്ടെത്തുക. അതാണ് അവന്റെ സയ്യിദുൽ അമൽ. അങ്ങനെയുള്ള ചില ആളുകൾ ഉണ്ടാകും. വമിൻ ഹത്ത യസ്ല ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അവൻ എത്തിച്ചേരുന്നത് വരെ അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സയ്യിദുൽ അമൽ പഠനവും പഠിപ്പിക്കലായിരിക്കും. വമിനൻ നാസി മൻ യകൂനു സയ്യിദു അമലിഹി അദ്ദിക്ർ. ചില ആളുകൾ അവരുടെ സയ്യിദുൽ അമൽ എന്ന് പറഞ്ഞാൽ അദ്കാറായിരിക്കും. ധാരാളം ദിക്ർ ചൊല്ലുക എന്നുള്ളതായിരിക്കും അവന്റെ സുപ്രധാനമായ അമൽ. ഫഖദ് ജഅലഹു സാദഹു ലിമആദിഹി വറഅസ മാലിഹി ലിമാ ലഹു. അവന്റെ പരലോകത്തേക്കുള്ള അവൻ ഒരുക്കി വെച്ച അവന്റെ മൂലധനം അല്ലെങ്കിൽ അവന്റെ പാഥേയം അതായിരിക്കും. കൂടുതൽ അദ്കാറിലായിരിക്കും അവന് കൂടുതൽ താല്പര്യം. ഇതൊക്കെ നിർബന്ധമായി ചെയ്യേണ്ട കർമ്മങ്ങൾക്ക് പുറമേ ഉള്ളതാട്ടോ. ഇയാൾ അദ്കാരം വെറും ദിക്റായിട്ട് അടക്കാന്നല്ല, മറിച്ച് മറ്റു കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അവൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. വമിനൻ നാസി മൻ യകൂനു സയ്യിദു അമലിഹി വതരീഖുഹു അസ്സലാ. ചില ആളുകൾക്ക് നിസ്കാരമായിരിക്കും. ധാരാളമായി സുന്നത്ത് നിസ്കരിക്കുക. സുന്നത്തും ഫർദുവിന് എല്ലാവർക്കും നിസ്കരിക്കണം. സുന്നത്തായ നിസ്കാരങ്ങൾ അതായിരിക്കും അവന്റെ സയ്യിദുൽ അമൽ. ومنهم من يكون طريقه الإحسان والنفع المتعدي كقضاء الحاجات وتفريج الكربات وأنواع الصدقات. വേറെ ചില ആളുകൾക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ അമൽ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് നന്മ ചെയ്യുക, ആളുകളുടെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കുക, സദഖ കൊടുക്കുക, അതൊക്കെ ആയിരിക്കും. ഇങ്ങനെ വ്യത്യസ്തമായിരിക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു സയ്യിദുൽ അമൽ ഉണ്ടാകണം. നമ്മളും ചിന്തിച്ചു നോക്ക്, ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന, കൂടുതൽ താല്പര്യത്തോടുകൂടി ചെയ്യുന്ന, ഞാൻ കൂടുതൽ ചെയ്യുന്ന അങ്ങനെ വല്ല അമലും എനിക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. സയ്യിദുൽ അമൽ എന്ന് പറയാവുന്ന വല്ലതും ഞാൻ കൂടുതൽ എന്റെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. ഞാൻ നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യമാണ്. നമുക്കൊരു സയ്യിദുൽ അമൽ ഉണ്ടാകണം. എന്നാൽ അപൂർവം ചില മനുഷ്യന്മാർ, അള്ളാഹുവിന്റെ വലിയ തൗഫീഖ് ലഭിച്ച ചില ആളുകൾ, അവർക്ക് ഈ പറഞ്ഞ കർമ്മങ്ങളിലൊക്കെ വലിയ പങ്കുണ്ടാവും, എല്ലാറ്റിലും. അങ്ങനെ ചില അപൂർവ മനുഷ്യന്മാരുണ്ട്, എല്ലാറ്റിലും ഇടപെടാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളായി ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവും. ومنهم الواصل إلى الله من كل طريق قد ضرب مع كل فريق بسهم فأين كانت العبودية وجدته هناك. എവിടെ ഏതൊക്കെ നന്മയുണ്ട്, ഏതു നന്മയിലും അവനുണ്ടാകും, ഇൻ കാന ഇൽമുൻ വജദ്തഹു മഅ അഹ്ലിഹി. ഇൽമിന്റെ സദസ്സാണെങ്കിൽ ആ ഇൽമിന്റെ അഹ്ലുകാരെ കൂടെ അവനെ കാണാം. ഔ ജിഹാദുൻ വജദ്തഹു ഫി സഫിൽ മുജാഹിദീൻ. ജിഹാദാണെങ്കിൽ ജിഹാദ് ചെയ്യുന്ന ആളുകളുടെ സഫിൽ അവനുണ്ടാകും. ഔ സ്വലാത്തുൻ വജദ്തഹു ഫിൽ ഖാനിതീൻ. നിസ്കാരമാണെങ്കിൽ നിസ്കാരത്തിൽ ഖുശൂഅ് പാലിക്കുന്ന, നിസ്കാരത്തിൽ ശ്രദ്ധ കൊടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എനിക്ക് അവനെ കാണാം. ഔ ദിക്റുൻ വജദ്തഹു ഫി ദാകിരീൻ. ദിക്റാണെങ്കിൽ ധാരാളം ദിക്ർ ചെല്ലുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവനെ കാണാം. അങ്ങനെ ഓരോ നന്മയിലും. ഔ ഇഹ്സാനുൻ വനഫ്ഉൻ
വജദ്തുഹു ഫി സുംറത്തിൽ മുഹ്സിനീൻ. ഇനി ആളുകൾക്ക് ഗുണം ചെയ്യുന്ന വിഷയത്തിലാണെങ്കിൽ അവിടെ ഉണ്ടാവും മുമ്പിൽ. ലൗ ഖീല ലഹു മാദാ തുരീദു മിനൽ അഅമാൽ, എന്താണ് ഈ അമൽ കൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നതെന്ന് അവനോട് ചോദിച്ചാൽ അവൻ പറയും ഉരീദു അൻ ഉനഫിദ അവാമിറ റബ്ബി ഹൈസു കാനത്, എവിടെയാണെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പനകൾ നടപ്പിലാക്കുക, അതിന് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നവൻ പറയുമെന്ന്. അങ്ങനെ ചില അപൂർവ മനുഷ്യന്മാരുണ്ടാകും സഹാബത്തിന്റെ കൂട്ടത്തിൽ, സലഫുകളുടെ കൂട്ടത്തിൽ. അത് ഷെയ്ഖുൽ ഇസ്ലാം തൈമിയ്യ റഹിമഹുള്ളാഹിയെ കുറിച്ച് അങ്ങനെ പ്രത്യേകം പറയാറുണ്ട്. അദ്ദേഹം ഒരു ആലിമാണ്, മുജാഹിദാണ്, അതേപോലെ തന്നെ ആളുകളെ സഹായിക്കുന്ന വിഷയത്തിൽ മുമ്പിലുണ്ടാകും, ദാഇയാൻ, ഒരുപാട് കർമ്മങ്ങളിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചയാളാണ് ഷെയ്ഖുൽ ഇസ്ലാം തൈമിയ്യ റഹിമഹുള്ള. ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു സയ്യിദുൽ അമൽ, ഒരു പ്രധാനപ്പെട്ട അമൽ എന്താ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കൂടുതൽ സമയം ശുഗലാകുന്ന ഒരു നന്മ നമുക്കുണ്ടാകണം എന്ന് ചുരുക്കം എന്ന് നമ്മൾ മനസ്സിലാക്കാം. അഞ്ചാമത്തെ ഒരു കാര്യം അമലുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ ഇബാദതു മുതഫാവിതതുൻ ഫബഅദു അഫ്റാദിഹ അഫ്ളലു മിൻ ബഅദ്. ഇബാദത്ത് അതിന്റെ ദറജയിൽ ഏറ്റവ്യത്യാസം ഉണ്ടാകും. ചിലത് ചിലതിനേക്കാൾ മികച്ചതായിരിക്കും. എല്ലാ ഇബാദത്തും ഒരേ ശ്രേഷ്ഠതയുള്ളതല്ല. അതിന് പ്രധാനപ്പെട്ട 3 മാനദണ്ഡങ്ങളാണുള്ളത്. ഒന്ന്, സാലിഹു സിന്ദി ഹഫിളഹുള്ള അദ്ദേഹം അത് പറയുന്നത് കാണാം. അദ്ദേഹത്തിന്റെ അഷ്റു ഖവാഇദ ഫിൽ ഇബാദ എന്ന റിസാലയിൽ ഇതിൽ പറയുന്നുണ്ട്. അതിലൊന്ന്, ഒരു അമൽ ഏറ്റവും മികച്ചതാകാൻ 3 അടിസ്ഥാനങ്ങളാണ്. ഒന്ന്, അള്ളാഹ്ക്ക് ആ എല്ലാ അമലുകളെയും അമാലുൻ സാലിഹ്, അള്ളാഹ്ക്ക് എല്ലാ അമാലുൻ സാലിഹ് ഇഷ്ടമാണ്. കൂടുതൽ ഇഷ്ടമുള്ള അമലുകൾ എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ ചില അമലുകൾ ഉണ്ടാകും. ഇപ്പോ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അഹബ്ബു സിയാമി ഇലല്ലാഹി സിയാമു ദാവൂദ്. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നോമ്പാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അപ്പൊ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നു എന്ന കർമ്മങ്ങൾ, അങ്ങനെ പറഞ്ഞ കർമ്മങ്ങൾ കൂടുതൽ ഫദ്ലുള്ളതായിരിക്കും. മറ്റൊന്ന്, കൽപ്പന വന്നിട്ടുള്ളത്, അതിൽ നിർബന്ധ സ്വരത്തിൽ വന്നിട്ടുള്ള കൽപ്പനകൾ അത് ആ അമലിനെ വലുതാക്കും. അൽ ഫർദു അഫ്ളലു മിനൻ നഫ്ൽ എന്ന് പറയും. കർമ്മങ്ങളിൽ സുന്നത്തിനേക്കാൾ ശ്രേഷ്ഠത ഏതിനാണുള്ളത്? ഫർദിനാണ്. അതുകൊണ്ടാണല്ലോ ഫർദാക്കിയത്. അതേപോലെ തന്നെ അതിന്റെ പ്രതിഫലം പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ പ്രതിഫലം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹു കൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് ഫർദാണെങ്കിൽ കൂടുതൽ മികച്ചത്. അതേപോലെ തന്നെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ, ഇങ്ങനെ ഈ 3 മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് കർമ്മങ്ങളുടെ മഹത്വം വർദ്ധിക്കുക. അപ്പോ ഇത് നമ്മൾ എന്തിനാ മനസ്സിലാക്കുന്നത്? കർമ്മങ്ങളെല്ലാം ഒരുപോലെയല്ല, ചിലത് ചിലതിനേക്കാൾ മികച്ചതാണ് എന്ന് മനസ്സിലാക്കുന്നത് എന്തിനാണ്? ഏറ്റവും വലിയ നന്മ ഏതാണ്? തൗഹീദാണ്. ഏറ്റവും വലിയ നന്മ തൗഹീദാണ്. അതിനുശേഷമാണ് ബാക്കിയുള്ള നന്മകൾ. എന്തിനാണുള്ളത് മനസ്സിലാക്കുന്നത്? നമ്മൾ ഫാദിലായ അമലുകളും മഫ്ദൂലായ അമലുകളും ഉണ്ടാകുമ്പോൾ ഫാദിലായ കൂടുതൽ ശ്രേഷ്ഠതയുള്ള അമലുകളിലായിരിക്കും നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത്. അതിനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. എല്ലാം ഒരുപോലെയല്ല, ചിലത് ചിലതിനേക്കാൾ മികച്ചതാണെന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനാണ്. അപ്പോ എല്ലാ ഇബാദത്തുകളും ഒരുപോലെയല്ല, ചിലത് ചിലതിനേക്കാൾ മികച്ചതാണ്. പ്രത്യേകിച്ച് റമദാനിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫർദ് അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഫർദിൽ വീഴ്ച വരുത്തി സുന്നത്ത് അധികരിപ്പിക്കുക എന്നുള്ളത് ആക്ഷേപിക്കപ്പെട്ട കാര്യമാണ്. ഫർദിൽ വീഴ്ച വരുത്തിയിട്ട് സുന്നത്ത് വർദ്ധിപ്പിക്കുക. നമ്മൾ റമദാനിൽ ചെയ്യുന്ന ഏറ്റവും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കർമ്മങ്ങൾ ഏതാണ്? റമദാനിലെ ഫർദായ കാര്യങ്ങളാണ്. റമദാനിൽ കുറച്ച് കാര്യങ്ങളെ ഫർദുള്ളൂ. റമദാനിൽ അല്ലാത്ത മാസങ്ങളിലും, റമദാനിലെ നോമ്പ്, 5 വഖ്ത് നിസ്കാരം, ബിർറുൽ വാലിദൈൻ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക, അതേപോലെ തന്നെ സകാത്ത് കൊടുക്കേണ്ടത് റമദാനിലാണെങ്കിൽ റമദാനിൽ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിർബന്ധമുള്ളൂ. ആ നിർബന്ധമായ കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. 5 വഖ്ത് നിസ്കാരം നിർബന്ധമാണ്. ബാങ്ക് കേൾക്കുന്ന പരിധിയിലുള്ള പുരുഷന്മാർക്ക് അവിടെ പള്ളിയിൽ വന്ന് നിസ്കരിക്കൽ നിർബന്ധമാണ്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചു ചെയ്യണം. അത് എങ്ങനെയെങ്കിലും ചെയ്തിട്ട് ബാക്കിയുള്ള സുന്നത്തായ കർമ്മത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം, പക്ഷെ ഫർദിൽ വീഴ്ച വരുത്താൻ പാടില്ല.
ചില ആളുകൾ ഇവിടെ ഉണ്ടെന്നറിയില്ല, ഇശാ ജമാഅത്തിന് വരില്ല, തറാവീഹിന് വരും. അത് ശരിയല്ല. എന്തുകൊണ്ട് ശരിയല്ല? ഫർദ് അവന് ഇശാ ജമാഅത്തിന് വരലാൻ, തറാവീഹ് അവന് ഫർദല്ല. അപ്പോ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഫർദായ കാര്യങ്ങളാണ്. ഇപ്പൊ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന സമയത്ത് ആ രാത്രി നമ്മൾ ഏറ്റവും അഫ്ദലായി ചെയ്യുന്ന കർമ്മ ഏതാണ്? അന്നത്തെ മഗ്രിബ് നിസ്കാരവും അന്നത്തെ ഇശാ നിസ്കാരവുമാണ്. പിന്നെ പ്രാർത്ഥനകൾ. അപ്പം നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കേണ്ടത് മഗ്രിബും ഇശാ നിസ്കാരവുമാണ്. ആ രാത്രി നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫർദായ കാര്യങ്ങൾ ഏതാണ്? വേറെ ഏതും ഫർദില്ലല്ലോ, ഉണ്ടോ? വേറൊന്നും അന്ന് ഫർദില്ല, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഫർദിന് നമ്മൾ കൂടുതൽ പരിഗണന കൊടുക്കണം, ശ്രദ്ധ കൊടുക്കണം. സുന്നത്തിൽ കുറവ് വരുത്താനും പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആറാമത്തേത് ഒരു കാര്യം, ഒരു നന്മയെയും നമ്മൾ ചെറുതായി കാണരുത്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നന്മയെയും നീ നിസ്സാരമാക്കരുത്. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തലീഖ്, നിന്റെ സഹോദരനെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക എന്നുള്ളത് പോലും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതൊരു ചെലവുമില്ല. അതുപോലും നീ എന്ത് ചെയ്യരുത്? ചെറുതായി കാണരുത്. ഒരു നന്മയെയും നമ്മൾ ചെറുതായി കാണാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മൾക്ക് കിട്ടുന്ന അവസരം നമ്മൾ ചെയ്യാം. അതൊന്നിനെയും നമ്മൾ ചെറുതാക്കണ്ട. അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിനെ നമ്മൾ നിസ്സാരമാക്കരുത്. കാരണം ഏത് നന്മ കൊണ്ടാണ് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുക എന്ന് പറയാൻ പറ്റൂല. ശൈഖുൽ ഇസ്ലാം തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാചകം കാണാം. വന്നൗഉൽ വാഹിദു മിനൽ അമൽ ഖദ് യഫഅലുഹുൽ ഇൻസാനു അലാ വജ്ഹിൻ യക്മുലു ഫീഹി ഇഖ്ലാസുഹു വഉബൂദിയതുഹു ലില്ലാഹ്. ഒരൊറ്റ കർമ്മം, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു കർമ്മം, അതിൽ അവന്റെ ഇഖ്ലാസും ഉബൂദിയത്തും പൂർണ്ണമായ ഒരു സാഹചര്യത്തിൽ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് ഏറ്റവും കീഴൊതുങ്ങിക്കൊണ്ട് ഒരു അമൽ അവന് ചെയ്യാൻ സാധിച്ചാൽ ചിലപ്പോൾ അല്ലാഹു തആല ഫയഗ്ഫിറുല്ലാഹു ലഹു ബിഹി കബായിർ, വൻ പാപങ്ങൾ വരെ അതിലൂടെ അല്ലാഹു അവന് പുറത്തു കൊടുത്തേക്കാം. ഒരു ഇഖ്ലാസോടുകൂടി ഒരു അമൽ ചെയ്താൽ. അപ്പൊ ഏത് അമലിലാണ് നമ്മൾക്ക് അള്ളാഹുവിന്റെ മഗ്ഫിറത്തും റഹ്മത്തും ലഭിക്കുക എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഒന്നിനെയും നമ്മൾ ചെറുതായി കാണരുത്. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് പറഞ്ഞില്ല, ലാ യംബഗി ലിൽ ആഖിലിൽ മുഅ്മിൻ, വിശ്വാസിയായ ബുദ്ധിയുള്ള ഒരാൾക്ക് യോജിച്ചതല്ല, അൻ യഹ്തഖിറ ശൈഅൻ മിൻ അഅമാലിൽ ബിർ, നന്മയിൽ നിന്ന് ഒന്നിനെയും നിസ്സാരമാക്കുക എന്നുള്ളത്. കാരണം ഫറുബ്ബമാ ഗുഫിറ ലഹു ബിഅഖല്ലിഹ, ഒരു പക്ഷേ അവൻ അല്ലാഹു തആല പുറത്തു കൊടുക്കുക അതിൽ ഏറ്റവും നിസ്സാരമായ, ഏറ്റവും കുറഞ്ഞ ഒരു നന്മ കൊണ്ടായിരിക്കും. ഏറ്റവും കുറഞ്ഞ ഒരു നന്മ കൊണ്ടായിരിക്കും. ഏതുപോലെ വ്യഭിചാരിണിയായ സ്ത്രീക്ക് നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അല്ലാഹു തആല പുറത്തു കൊടുത്തതുപോലെ, അല്ലാഹു തആല പുറത്തു കൊടുത്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലഖദ് റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരാളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗ്ഗത്തിലാണ്. എന്തിനാണ് സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാൻ ബിദ്ഉൻ വസബ്ഊന ശുഅബ, ഈമാൻ 70 പരം ശാഖകളുണ്ട്. അലാഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, ഏറ്റവും ഉയർന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദാണ്. ഏറ്റവും താഴെയുള്ളത് ഏതാണ്? വഴിയിൽ നിന്നൊരു ഉപദ്രവം നീക്കലാൻ. ഇദ്ദേഹം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ ഒരാളെ ഞാൻ കണ്ടു. അയാൾ എന്തുകൊണ്ടാണ് സ്വർഗ്ഗത്തിൽ ഫീ ശജറത്തിൻ ഖതഅഹ മിൻ ളഹ്രി ത്വരീഖ് കാനത് തുഅദിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കിയിരുന്ന ഒരു മരം മുറിച്ച് മാറ്റിയതിന്റെ പേരിലാണ്. ആളുകൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, അത് എടുത്ത് മുറിച്ച് ഒഴിവാക്കി. അതിന്റെ പേരിൽ അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നന്മ
ഒന്നിനെയും നമ്മൾ നിസ്സാരമാക്കരുത്. ഏത് നന്മ നമ്മളിൽ നിന്ന് സംഭവിക്കുമ്പോഴാണ് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുക എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുക. പ്രത്യേകിച്ചും സദഖയുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില പ്രയോഗങ്ങൾ നോക്ക്. ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറത്തിൻ. ഈ ഹദീസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചോ? നരകത്തെ സൂക്ഷിക്കണം. എന്തുകൊണ്ട്? വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഒരു കാരക്കയുടെ കഷ്ണം കൊണ്ടെങ്കിലും. എന്താണ് കാരക്കയുടെ കഷ്ണം കൊണ്ട് നരകത്തെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ? ഒരു കാരക്കയുടെ കഷ്ണമാണ് നീ ധർമ്മം കൊടുക്കുന്നതെങ്കിലും അങ്ങനെയെങ്കിലും നീ നരകത്തെ സൂക്ഷിക്കുക എന്നാണ്. നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാരക്ക ധർമ്മം ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ കാരക്കയുടെ ഒരു പൊട്ട് മിനിമം ഒരു കാരക്കെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഒരു കാരക്ക മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല ഒരു പക്ഷേ. ഈ ഹദീസ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു സദഖ എന്ന് പറയുന്ന നരകത്തിന് രക്ഷയേകുന്ന കാര്യമാണ്. എത്ര ചെറുതാണെങ്കിലും. ഒരുപക്ഷെ നമ്മൾ കേട്ട ചരിത്രം, ഈ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ അടുത്ത് വന്ന് ഒരാൾ സഹായം ചോദിച്ചു. നിങ്ങൾ കേട്ടണം? അപ്പൊ ഒരു ഹബ്ബ, ഒരു ധാന്യമണി ഒരിടത്തുള്ളതനുസരിച്ച് കൊടുത്തു. ഒരു ധാന്യം അല്ലെങ്കിൽ ഒരു ഇനബ്, ഒരു മുന്തിരി. ഇത് കണ്ട അവിടെ ചുറ്റുമുള്ള സ്ത്രീകൾ ഫതഅജ്ജബ്ന, അവർക്ക് അത്ഭുതമായി. ഒരു കാരക്കയുടെ കഷ്ണം കൊടുത്തപ്പോൾ അവർക്ക് ഒരു ചെറിയ ധാന്യമണി അല്ലെങ്കിൽ ഒരു മുന്തിരി എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? അത് കൊടുത്തപ്പോൾ അവർക്ക് അത്ഭുതമായി. എന്താണ് ഇത്ര ചെറുത് കൊടുക്കുന്നത്? അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറയും, ഇന്ന ഫീഹാ ദർറൻ കസീറ, അതിലൊരുപാട് ദർറത്ത് ഉണ്ട്. ദർറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അണു അളവാണ് ദർറത്ത്. ഏറ്റവും ചെറിയ കണികക്കാണ് ദർറത്ത് എന്ന് പറയാം. അപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് ദർറത്ത് കൂടിയതായിരിക്കും ഒരു ഈത്തപ്പഴം, ഒരു കാരക്ക. ഇപ്പോ അറബിയിലിപ്പോ ആറ്റത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ കണികക്ക് അറബിയിൽ ദർറത്ത് എന്ന് ഉപയോഗിക്കും. ചെറിയൊരു കണികക്ക് ഉറുമ്പിന്റെ. അപ്പൊ എത്ര അതിലൊരുപാട് ദർറത്ത് ഉണ്ടാകുമെന്നാണ്, സംശയമില്ല. അല്ലാഹു തആല പറഞ്ഞു, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്. ഒന്നിനും ചെറുതാക്കണ്ട, ഒരു കാരക്ക കൊടുക്കുക, അതിലൊരുപാട് ദർറത്ത് ഉണ്ടാവും. വളരെ ചെറിയൊരളവാണ് നന്മ ചെയ്തതെങ്കിലും അതിന്റെ പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഏഴാമത്തെ ഒരു കാര്യം, ചെയ്യുന്ന അമൽ അത് പതിവായി ചെയ്യുക എന്നുള്ളത്. മുജാബമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബു അൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹ വഇൻ ഖല്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ എന്ന് പറഞ്ഞാൽ പതിവായി ചെയ്യുന്ന അമലാണ്. അത് കുറച്ചാണെങ്കിലും പതിവായി ചെയ്യുക, അത് അതിന്റെ അളവിൽ കുറവുണ്ടെങ്കിലും. ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊക്കെ കർമ്മങ്ങളാണ് പ്രത്യേകം ചില ദിവസങ്ങളിൽ ചെയ്യാറുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കാന അമലുഹു ദീമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമൽ ദീമത്തായിരുന്നു, അഥവാ പതിവായി ചെയ്യുന്ന അമലുകളായിരുന്നു. ഒരു ദിവസം കുറെ ചെയ്യുക, വേറെ ദിവസം കുറച്ച് ചെയ്യുക, അങ്ങനെയല്ല, പതിവായി ചെയ്യുന്ന അവസ്ഥയായിരുന്നു. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മൾക്കൊരു വിർദുൻ യൗമി, ഔറാദ് യൗമിയ, സ്ഥിരമായി ചെയ്യുന്ന ചില കർമ്മങ്ങൾ ഉണ്ടാകണം. പതിവായിട്ട് 1-2 പേജ് അല്ലെങ്കിൽ ഒരു ജുസ് ഖുർആൻ, ഒരു ഭാഗം അദ്കാറിൽ നിന്ന് ഇത്ര, സദഖ പറ്റുമെങ്കിൽ സദഖ, സുന്നത്തുസ്കാരം ഇത്ര, അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു ചിട്ട പതിവായി ചെയ്യുന്നത്. ഡെയിലി ചെയ്യേണ്ടത് ആഴ്ചയിൽ ചെയ്യേണ്ടതുണ്ടാവും. ഈ തിങ്കൾ വ്യാഴം നോമ്പ്, മാസത്തിലുണ്ടാവും, മാസത്തിൽ 3 നോമ്പ്. ഇങ്ങനെ ഒരു പതിവായി ചെയ്യുന്ന രൂപം നമുക്കുണ്ടാകണം. അത് പ്രധാനമാണ്. ഇപ്പൊ റമദാനിൽ അത് നല്ല അവസരമാണ്. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഒഴിവാക്കുന്ന സാഹചര്യം ഇല്ല. ഇപ്പൊ നമ്മൾ ഒരു ജുസ് ഡെയിലി ഓതുന്നുണ്ടാവും. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു പേജ് പോലും ഓതുന്നില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹ വഇൻ ഖല്ല. കുറച്ചാണെങ്കിലും ഒരു പേജെങ്കിൽ ഒരു പേജ് ഡെയിലി ഓതുക.
ഒരു ദിവസം 10 പേജ് ഓതി പിറ്റേ ദിവസം തീരെ ഓതാതിരിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? 10 ദിവസമായിട്ട് ഓരോ പേജ് ഓതുന്നതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അബ്ദുല്ലാഹി ഇബ്നു ആമിർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹത്തോട് പറഞ്ഞു, യാ അബ്ദുല്ലാഹ് ലാ തകുൻ മിസ്ല ഫുലാനിൻ, അബ്ദുള്ള നീ ഒരു മനുഷ്യനെ പോലെ ആകരുത്. കാന യഖൂമുൽ ലൈൽ സുമ്മ തറക ഖിയാമൽ ലൈൽ, അയാൾ രാത്രി നിസ്കരിച്ചിരുന്നു, പിന്നെ രാത്രി നിസ്കാരം നിർത്തി. അതുപോലെ നീ ആകരുത്. എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം രാത്രി നിസ്കരിച്ചു, പിന്നെ തീരെ നിസ്കാരമല്ല, പിന്നെ വീണ്ടും തുടങ്ങി. അങ്ങനെയല്ല, പതിവായിട്ട് അത് 1 റക്അത്താണെങ്കിലും 3 റക്അത്താണെങ്കിലും പതിവായിട്ട് നിസ്കരിക്കുക. അതുപോലെ തന്നെ ഓരോ കർമ്മങ്ങളിലും പതിവായി ചെയ്യുന്ന ഒരു രൂപം ഉണ്ടാവുക എന്നുള്ളത് കർമ്മങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ റമദാനിൽ നമ്മൾ തുടങ്ങി വെക്കുക. അങ്ങനത്തെ ശീലം ഇല്ലാത്ത ആളുകൾ റമദാനിന് ശേഷവും അത് തുടരുക. ഇങ്ങനെ മൗസിമുൻ ഉഖ്റവി, അതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പതിവായി ചെയ്യുന്ന അമലുകൾ മൗസിമുൻ ഉഖ്റവി, ഉഖ്റവിയായ ചില മൗസിമുകൾ ഉണ്ടാവും. റമദാൻ, ദുൽഹിജ്ജ പോലെയുള്ള, അതിൽ നമുക്ക് വർദ്ധിപ്പിക്കാം എന്നല്ല, വർദ്ധിപ്പിക്കണം. അല്ലാത്ത സന്ദർഭത്തിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒരു കൃത്യമായ ഒരു രൂപം, അത് കുറച്ചാണെങ്കിലും, ഈ കുറച്ച് ചെയ്യുന്ന ആളുകൾ റമദാനാകുമ്പോൾ വർദ്ധിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ട്. റസൂലുള്ളാഹി കാന അജ്വദൻ നാസ്, ധാരാളമായി സദഖ കൊടുക്കുന്ന ആളായിരുന്നു. പക്ഷെ റമദാനിൽ കുറച്ച് കൂടുതൽ ചെയ്യും. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, സാധാരണ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ മിനിമം 3 ദിവസം എടുക്കണം ഖത്മ് തീർക്കാൻ, മിനിമം. എന്നാൽ മൗസിമുൻ ഉഖ്റവി, റമദാനിൽ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഡെയിലി ഒരു ദിവസം തന്നെ ഖത്മ് തീർക്കൊണ്ട് പ്രശ്നമില്ല. കാരണം അതൊരു ഉഖ്റവിയായ ഒരു സീസണാണ്, പരലോകത്തേക്ക് സമ്പാദിക്കാനുള്ള സീസണാണ്. അല്ലാത്ത ദിവസങ്ങളിൽ 3 ദിവസത്തിൽ കുറവായിക്കൊണ്ട് ഖുർആൻ മൊത്തം ഓതി തീർക്കരുത് എന്നാണ്. ഇങ്ങനെ പണ്ഡിതന്മാർ ഇത് പറഞ്ഞത് കാണാം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് പതിവായി ചെയ്യുന്ന അമലുകൾ നമ്മൾക്കുണ്ടാകണം എന്നാണ്. 8ാമത്തെ ഒരു കാര്യം, അൽ മുസാറഅതു ഇലൽ ഖൈറാത്ത്, നന്മയിലേക്ക് ധൃതി കാണിക്കുക എന്നാണ്. ശുദ്ധ ഖുർആൻ അത് വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നഹ് അർദുഹ അസ്സമാവാതു വൽ അർദു ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. സൂറത്തു അൽ മുഅ്മിനൂൻ അല്ലാഹു പറഞ്ഞു, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ. സൂറത്തുൽ അംബിയായിൽ അല്ലാഹു പറഞ്ഞു, ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യ വഅസ്ലഹ്നാ ലഹു സൗജഹു ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബ വകാനൂ ലനാ ഖാശിഈൻ. ഈ ആയത്തുകൾ വിശ്വാസികളുടെ ഗുണമായി, അമ്പിയാക്കന്മാരുടെ ഗുണമായി ഒക്കെ പറഞ്ഞത്, അവർ നന്മയിൽ ധൃതി കാണിച്ചിരുന്നു. നന്മ ചെയ്യാൻ അവസരം ഉണ്ടായാൽ ഉടൻ അവർ അതിലേക്ക് ധൃതി കാണിക്കുമായിരുന്നു. അത് പ്രധാനമാണ്, ധൃതി കാണിക്കുക, നന്മ ചെയ്യാൻ ധൃതി കൂട്ടുക എന്നുള്ളത്. ഇന്ന് ചെയ്യാൻ പറ്റുന്ന പണി ഇന്ന് തന്നെ ചെയ്യാം, നാളേക്ക് മാറ്റിവെക്കരുത്. സലഫുകൾ പറയാൻ, ഇഹ്ദറു സൗഫ, സൗഫയെ നിങ്ങൾ സൂക്ഷിക്കണം, പിന്നെ ചെയ്യാം. ഇയ്യാക വത്തസ്വീഫ്, തസ്വീഫിനെ സൂക്ഷിക്കണം, പിന്നെ ചെയ്യാം, പിന്നെയാക്കാം. അത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ് നന്മകളുടെ വിഷയത്തിൽ പ്രത്യേകിച്ചും. ഒരു കവി പറഞ്ഞതുപോലെ, ലാ തുർജി അമലൽ യൗമി ഇലാ ഗദി, ഇന്നത്തെ പണി നാളത്തേക്ക് വൈകിപ്പിക്കരുത്, മാറ്റിവെക്കരുത്. ലഅല്ല ഗദൻ യഅതി വഅൻത ഫഖീദു, കാരണം നാളെ എന്നുള്ളത് ഉണ്ടായേക്കാം, പക്ഷെ നീ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നാളെ നമ്മൾ മരിച്ചു പോകാം, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം മൊത്തം നഷ്ടപ്പെടാം, ഒക്കെ സംഭവിക്കാം. അതുകൊണ്ട് ഇന്ന് ചെയ്യാൻ പറ്റുന്ന പണി ഇന്ന് തന്നെ ചെയ്യാം. തസ്വീഫിനെ സൂക്ഷിക്കണം എന്ന് പ്രത്യേകം സലഫുകൾ പറഞ്ഞത് കാണാം. അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇയ്യാക്കും വത്തസ്വീഫ് യാ മഅ്ശറ ശബാബ്, യുവാക്കളെ വിളിച്ചുകൊണ്ടാ പറഞ്ഞത്, യുവ സമൂഹമേ, ഇയ്യാക്കും വത്തസ്വീഫ്, പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുന്നതിന് നിങ്ങൾ സൗഫ അഫ്അലു, പിന്നെ ഞാൻ ചെയ്യാം, പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. അത് സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മുടെ മുമ്പിൽ വരുന്ന അവസരം ഒരു പക്ഷേ
ഏത് സമയത്തും നമുക്ക് നഷ്ടപ്പെടാം. ഖാലിദ് ഇബ്നു മഅദാൻ റഹിമഹുള്ള മഹാനായ താബിഈയാണ്. അദ്ദേഹം പറഞ്ഞു, ഇദാ ഫുതിഹ ലിഅഹദികും ബാബു ഖൈരിൻ ഫൽയുസ്രി ഇലൈഹി. ഒരു നന്മ ചെയ്യാനുള്ള ഒരു നന്മയുടെ വാതിൽ നിന്റെ മുമ്പിൽ തുറക്കപ്പെട്ടാൽ അതിലേക്ക് അവൻ ധൃതി കാണിക്കട്ടെ. നന്മ ചെയ്യാനൊരു അവസരം കിട്ടി. ഫഇന്നഹു ലാ യദ്രി മതാ യുഗ്ലഖു അൻഹു. കാരണം ആ നന്മയുടെ വാതിൽ എപ്പോഴാണ് അവന്റെ മുമ്പിൽ അടക്കപ്പെടുക എന്നവൻ അറിയില്ല. പിന്നെ ആഗ്രഹിച്ചാൽ ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, നടക്കണമെന്നില്ല. അതുകൊണ്ട് കിട്ടുന്ന ഖൈറാത്തുകൾ വേഗത്തിൽ നടപ്പിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. നന്മയാണെന്നറിഞ്ഞാൽ പിന്നെ അതിലേക്ക് ധൃതി കാണിക്കുക. സഹാബത്തിന്റെ കൂട്ടത്തിൽ അതിൽ പ്രസിദ്ധനായ സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമർ റജുലു അബ്ദുല്ലാഹ് ലൗ കാന യുസല്ലി മിനൽ ലൈൽ. അബ്ദുള്ള എത്ര നല്ല മനുഷ്യനാണ്, അദ്ദേഹം രാത്രി നിസ്കരിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞു. രാത്രി നിസ്കരിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ഫകാന ബഅദു ലാ യനാമു മിനൽ ലൈലി ഇല്ലാ ഖലീല. പിന്നെ രാത്രി കുറച്ച് ഉറങ്ങാറുള്ളൂ. ആര്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം രാത്രി നിസ്കരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എത്ര നല്ലയാളായിരുന്നു എന്ന് പറഞ്ഞതോടുകൂടി പിന്നീട് അദ്ദേഹം രാത്രി അധികം ഉറങ്ങാറില്ല എന്നാണ്. രാത്രി നിസ്കാരം അദ്ദേഹം അധികരിപ്പിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അവസരം മുമ്പിൽ വന്നാൽ അതിലേക്ക് ധൃതി കാണിക്കുക, പിന്നെ ചെയ്യാം എന്ന് നമ്മൾ തീരുമാനിക്കരുത്. അറബിയിൽ ഒരു വരി കഥയാണ്. ഒരു പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട ഒറ്റ വരിയുള്ള കഥ. എന്താണ് ആ കഥ? നമ്മുടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റും. ഒരു വരിയുള്ള കഥ, അതിൽ പാഠമുണ്ട്. ഖാല സഅതൂബു ഗദൻ ഫനാമ ഫമാത്. കഥ കഴിഞ്ഞു. ഖാല, അയാൾ പറഞ്ഞു, സഅതൂബു ഗദൻ, നാളെ ഞാൻ നന്നാകും ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ല, സഅതൂബു ഗദൻ, നാളെ ഞാൻ തൗബ ചെയ്യും. ഫനാമ, അങ്ങനെ അയാൾ കിടന്നു. ഫമാത്, മരിച്ചു. അപ്പൊ നാളേക്ക് മാറ്റിവെക്കരുത്, പ്രത്യേകിച്ച് തൗബയൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യും. കാരണം നാളെ നമ്മൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പൊ നന്മയിലേക്ക് ധൃതി കാണിക്കുക എന്നുള്ളത് നന്മ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 9ാമത്തെ ഒരു കാര്യം, ഇസ്തിഗ്ഫാറിന്റെ സ്വാധീനം അമലിൽ പ്രധാനമാണ്. ഇസ്തിഗ്ഫാർ, നമ്മൾക്ക് നന്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഖുവ്വത്തു ഈമാൻ, ഖുവ്വത്തു അബ്ദാൻ, രണ്ടും വേണം. ശരീരത്തിനും ശക്തി വേണം, ഈമാനിനും ശക്തി വേണം. അതിൽ പ്രധാനപ്പെട്ടത് ഈമാനിന്റെ ശക്തി തന്നെയാണ്. ബദൻ, ശരീരത്തിന്റെ ശക്തിയും പ്രധാനമാണ്. ഇപ്പൊ തറാവീഹ് നമ്മൾ നോക്കിയാൽ കാണാം, നല്ല 25-കാരായ ആളുകൾ 30-കാരായ ആളുകൾ 3-4 റക്അത്ത് കഴിയുമ്പോൾ ക്ഷീണിക്കാൻ, 60-കാരൻ കൂളായിട്ട് നിസ്കരിക്കുന്നുണ്ടാകും. ശരീരത്തിന്റെ ശക്തി നോക്കുമ്പോൾ 25-കാരൻ എത്രയോ മേലെയാണ്. പക്ഷെ മറ്റൊരു ആ വയസ്സായ ആളുടെ ഖുവ്വത്തു ഈമാൻ, അദ്ദേഹം ആ ഈമാനിന്റെ ശക്തി കൊണ്ട് റക്അത്തുകൾ തീർന്നു വീണ അയാൾ അറിയുന്നില്ല. എന്നാൽ ബദൻ, ശരീരത്തിന് ശക്തിയില്ലെങ്കിൽ എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്. അപ്പൊ ഇതിന് രണ്ടും ഖുവ്വ വേണം. ഖുവ്വത്തു ഈമാൻ, ഖുവ്വത്തു അബ്ദാൻ. ഇതിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ അത് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ ആയത്താണ് തെളിവുപിടിച്ചിട്ടുള്ളത്. ഞാൻ ആ ഇബാറത്ത് വായിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. എന്താണ്? നമുക്കറിയാവുന്ന കാര്യമാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വയാ ഖൗമി ഇസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി. നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക, റബ്ബിനോട് തൗബ ചെയ്യുക. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, സമൃദ്ധമായ മഴ നിങ്ങൾക്ക് അല്ലാഹു ഇറക്കി തരും. ഇസ്തിഗ്ഫാർ നടത്തിയാൽ അല്ലാഹു നൽകുന്ന മറ്റൊരു നേട്ടമായി, അല്ലാഹു നൽകുന്ന അനുഗ്രഹമായി അല്ലാഹു എടുത്തു പറഞ്ഞത് വയസിദ്കും ഖുവ്വതൻ ഇലാ ഖുവ്വതികും, നിങ്ങൾക്ക് ഖുവ്വത്ത്, ശക്തി വർദ്ധിപ്പിച്ചു തരും. ഇത് രണ്ട് ശക്തിയും ഇതിൽ പെടുമെന്നാണ്. ശരീരത്തിന്റെ ശക്തിയും അതേപോലെ തന്നെ ഈമാനിന്റെ ശക്തിയും, ഇത് രണ്ടും ഇതിൽ പെടും. അപ്പൊ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാർ എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുണ്ടോ
അത് നമുക്ക് ശാരീരികമായും ഈമാനികമായും ശക്തി നൽകുന്ന കാര്യമാണ്. അത് നമ്മളെ അമലിനെ സഹായിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് റബ്ബിഗ്ഫിർലി എന്നുള്ള വാചകങ്ങൾ, അതുപോലെയുള്ള സമാനമായ വാചകങ്ങൾ നമ്മൾ അധികരിപ്പിക്കണം. പ്രത്യേകിച്ചും അമലുകൾ ചെയ്യുന്നതിന് അമലുകളുടെ വിഷയത്തിൽ, സൽക്കർമ്മങ്ങളുടെ വിഷയത്തിൽ വലിയ സ്വാധീനമുള്ള കാര്യമാണ് ഇസ്തിഗ്ഫാർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. 10ാമത്തെ ഒരു കാര്യം, 15 കാര്യം പറയണമെന്ന് വിചാരിച്ചിരുന്നു, 10 നമുക്ക് നിർത്തലേ. 10 നിർത്താനായിട്ട് ഇത് കുറേ സമയമാവും. 10ാമത്തെ കാര്യം, അമലുകൾ ചെയ്യുമ്പോൾ ഒരേ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ തന്നെ അവരുടെ പ്രതിഫലത്തിലുള്ള വ്യത്യാസം പല കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് എത്രത്തോളം ആ അമൽ ചെയ്യുമ്പോൾ അയാൾ അള്ളാഹുവിനെ സ്മരിച്ചുവോ അതിനനുസരിച്ച് അയാളുടെ കൂലി വർദ്ധിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, അഫ്ദലു അഹ്ലി കുല്ലി അമലിൻ, ഓരോ അമൽ ചെയ്യുമ്പോഴും അതിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളയാൾ അക്സറുഹും ഫീഹി ദിക്റൻ ലില്ലാഹി അസ്സ വജല്ല, ആ കർമ്മം ചെയ്യുമ്പോൾ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്മരിച്ചതാരാണോ, ഓർത്തതാരാണോ, അവനാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠൻ, ഏറ്റവും കൂടുതൽ പുണ്യം കിട്ടുന്നത്. ഫഅഫ്ദലു സുവ്വാമി അക്സറുഹും ദിക്റൻ ലില്ലാഹി അസ്സ വജല്ല ഫീ സൗമിഹിം, നോമ്പുകാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ നോമ്പുകാരൻ ആരാണ്? ആ നോമ്പെടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്മരിച്ചതാരാണ്? അവരാണ്. وأفضل المتصدقين أكثرهم ذكرا لله عز وجل وأفضل الحجاج أكثرهم ذكرا لله عز وجل وهكذا سائر الأعمال. സദഖ അള്ളാഹുവിനെ കൂടുതൽ സ്മരിച്ചതാരാൻ? ഹജ്ജ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്തതാരാൻ? അവനാണ് അതിലേറ്റവും ശ്രേഷ്ഠൻ. അതുപോലെ തന്നെ എല്ലാ കർമ്മങ്ങളിലും അങ്ങനെ തന്നെ. നിസ്കരിക്കുമ്പോ എത്രത്തോളം അള്ളാഹുവിനെ ഓർത്തിട്ടുണ്ടോ അതിനനുസരിച്ച് അവന്റെ കൂലി വർദ്ധിക്കും. മുനാഫിഖുടെ നിസ്കാരം അല്ലാഹു പറഞ്ഞില്ലേ, വൈദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല യുറാഊന അന്നാസ് വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, കുറച്ച് അല്ലാഹുവിനെ ഓർക്കുള്ളൂ. അപ്പോ അള്ളാഹുവിനെ എത്രത്തോളം സ്മരിക്കുന്നുണ്ടോ അത് കർമ്മത്തിൽ കാര്യമായി ബാധിക്കുന്ന ഒന്നാണ്. ഒരേ സഫിൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് തന്നെ പ്രതിഫലത്തിലുള്ള ഏറ്റ വ്യത്യാസം, അതിൽ ഒരു മാനദണ്ഡം അവൻ എത്രത്തോളം അള്ളാഹുവിനെ നിസ്കാരത്തിൽ സ്മരിച്ചു എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഒരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചു, അയ്യുൽ മുജാഹിദീന അഅ്ളമു അജ്റൻ യാ റസൂലല്ലാഹ്, മുജാഹിദുകളുടെ കൂട്ടത്തിൽ, ജിഹാദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രതിഫലം ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലില്ലാഹി തആല ദിക്റ, ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്മരിച്ചതാരാണോ അവർക്കാണ്. ഫഅയ്യു സ്സായിമീന അഅ്ളമു അജ്റൻ ഖാല അക്സറുഹും ലില്ലാഹി ദിക്റ, ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള നോമ്പുകാരാൻ? അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്മരിച്ചതാരാണോ ആ നോമ്പുകാരാൻ. പിന്നീട് നിസ്കാരവും സകാത്തും ഹജ്ജൊക്കെ പറഞ്ഞു എന്നാണ് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് ഈ ഹദീസ് എടുത്തുകൊണ്ട് നേരത്തെ പറഞ്ഞ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ വാചകം ഉദ്ധരിക്കുന്നത് കാണാം. അപ്പൊ ഏതൊരു കർമ്മത്തിലും ദിക്റുള്ള എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചായിരിക്കും അതിന്റെ പ്രതിഫലം ഉണ്ടാവുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് കേട്ട സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദഹബ ദാകിറൂന ബികുല്ലി ഖൈർ, ദിക്ർ ചൊല്ലിയവർ, അള്ളാഹുവിനെ സ്മരിച്ചവർ എല്ലാ ഖൈറും കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെ എന്ന് പറഞ്ഞു എന്നാണ് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പോ അള്ളാഹു തആലയെ എത്രത്തോളം ഒരു കർമ്മത്തിൽ ഓർക്കുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും അതിൽ അവന് പ്രതിഫലമുണ്ടാവുക. ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഒരു കർമ്മത്തിൽ ആരാണോ സ്മരിച്ചത് അവനാണ് ആ കർമ്മത്തിൽ ഏറ്റവും അഫ്ദലായിട്ടുള്ളവൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവസാനമായി പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ ഇത് പൂർത്തീകരിക്കാം. വബില്ലാഹി തൗഫീഖ്. പറഞ്ഞു വന്നത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ്.
ഏതാനും ചില കാര്യങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അൽ-ഇഹ്തിമാമു ബിൽ മവാസിം അൽ ഉഖ്റവിയ്യ, ഉഖ്റവിയായ മൗസിമുകൾ അഥവാ നാളെ പരലോകത്തേക്ക് നമ്മൾക്ക് സമ്പാദിക്കാൻ പറ്റുന്ന അള്ളാഹു നിശ്ചയിച്ച ചില സീസണുകൾ, ആ സീസണിനെ നമ്മൾ നന്നായിട്ട് പരിഗണിക്കണം എന്നുള്ളതാണ്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ-ലയാലി വൽ അയ്യാമുൽ ഫാദില ലാ യസ്ലുഹു അൻ യുഗ്ഫല അൻഹുൻ, ശ്രേഷ്ഠതയുള്ള ദിനരാത്രങ്ങൾ അതിൽ നിന്ന് അശ്രദ്ധരാവുക എന്നുള്ളത് ശരിയല്ല. കാരണം ലിഅന്നഹു ഇദാ ഗഫല അത്താജിറു അൻ മൗസിമി റിബ്ഹി ഫമതാ യർബഹ്, ഒരു കച്ചവടക്കാരൻ അവന്റെ സീസണുകളിൽ അവൻ ഏറ്റവും ലാഭം കിട്ടുന്ന സീസൺ ഉണ്ടാവും ഏത് കച്ചവടക്കാർക്കും. അന്ന് അവന്റെ കച്ചവടത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഫമതാ യർബഹ്, ആ കച്ചവടക്കാരൻ എന്നാണ് ലാഭം നേടിയെടുക്കാൻ സാധിക്കുക? ഓരോ ഫീൽഡിലുള്ള ആളുകൾക്കും ഓരോ സീസൺ ഉണ്ടാകും. ആ സീസണിൽ ബുദ്ധിയുള്ള ആളുകൾ ഒരുങ്ങി തയ്യാറാകും. എന്നതുപോലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമദാൻ പോലെയുള്ളത് മൗസിമുൻ ഉഖ്റവി, നാളെ പരലോകത്തേക്ക് സമ്പാദിക്കാനുള്ള സീസണുകളാണ്. അന്ന് നമ്മൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ റമദാനിലുണ്ട്. റമദാനിലെ നോമ്പ്, റമദാനിലെ നിസ്കാരങ്ങൾ, രാത്രി നിസ്കാരം, ഇതൊക്കെ പാപങ്ങൾ പൊറുക്കാനുള്ള കാരണങ്ങളാണ്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, ലമ്മ കസുറത് അസ്ബാബുൽ മഗ്ഫിറത്തി ഫീ റമദാൻ كان الذي تفوته المغفرة فيه محروما غاية الحرمان. ഒരുപാട് അസ്ബാബുകൾ പാപങ്ങൾ പൊറുക്കാനുള്ളത് റമദാനിൽ ഉണ്ടായിട്ട് കൂടി ഒരാൾക്ക് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാത്ത അവസ്ഥയിലാണ് റമദാൻ അവനിലൂടെ കടന്നു പോകുന്നതെങ്കിൽ അവൻ അങ്ങേയറ്റത്തെ നഷ്ടക്കാരനാണ്. പാപങ്ങൾ പൊറുക്കാനുള്ള നിരവധി അവസരങ്ങൾ റമദാനിൽ ഉണ്ടായിട്ടും അവന് ആ റമദാൻ കഴിയുന്നതോടുകൂടി അവന്റെ തിന്മകൾ പൊറുക്കപ്പെടാത്ത സാഹചര്യമുണ്ടെങ്കിൽ അവൻ അങ്ങേയറ്റത്തെ നഷ്ടക്കാരനാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള അവസരം റമദാൻ അല്ലാഹു തആല നമുക്ക് നൽകിയ വലിയ നിഅമത്താണ്. കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മൾക്ക് പരിചയമുള്ള പല ആളുകളും ഈ റമദാനിലില്ല. റമദാനിൽ ഉണ്ടെങ്കിൽ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ തീർത്തും രോഗികളായ ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾക്ക് കിട്ടിയ അവസരം ഒരു പക്ഷേ അടുത്ത റമദാനിൽ നമ്മൾ ജീവിച്ചു കൊള്ളണമെന്നില്ല. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ട് കിട്ടിയ അവസരം പരമാവധി മുതലാക്കുക. സുലൈമാൻ ഉത്തൈമി റഹിമഹുല്ലാഹ് പറയാറുള്ളത് പോലെ അദ്ദേഹം റമദാനായി കഴിഞ്ഞാൽ വീട്ടുകാരൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീൽപ്പിക്കും. എന്നിട്ട് പറയും, ഖൂമു, എണീറ്റ് നിസ്കരിക്കുക. ഫലഅല്ലക്കും ലാ തുദ്രികൂഹു ബഅദ ആമിക്കും ഹാദാ, കാരണം അടുത്ത വർഷം ഒരുപക്ഷെ നിങ്ങൾക്ക് റമദാൻ കിട്ടിക്കൊള്ളണമെന്നില്ല, അത് അവസാനത്തെ റമദാനായിരിക്കും, അതുകൊണ്ട് ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീട്ടുകാരെ നിസ്കാരത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. സ്വർഗത്തിലേക്ക് എത്തുന്നത് വരെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന് വിശ്രമമില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ലൈസ ലിൽ ആബിദീന മുസ്തറാഹുൻ ഇല്ലാ തഹ്ത ഷജറത്തി തൂബ. ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന വിശ്വാസികൾക്ക് വിശ്രമിക്കാൻ ഒരു ഇടമില്ല. ഇല്ലാ തഹ്ത ഷജറത്തി തൂബ. തൂബ എന്ന് പറയുന്ന മരം എവിടെയുള്ള മരാൻ? സ്വർഗത്തിലുള്ള മരാൻ. ആ മരത്തിന് ചുവട്ടിൽ വിശ്രമിക്കുക എന്നല്ലാതെ വിശ്വാസിക്ക് അതിനു മുമ്പ് വിശ്രമിക്കാനുള്ള ഇടമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിച്ചു, മതാ യജിദു അൽ അബ്ദു തഅമ റാഹ, ഒരടിമക്ക് എപ്പോഴാണ് ശരിയായ റാഹത്ത്, ശരിയായ ആശ്വാസം അനുഭവിക്കാൻ സാധിക്കുക? അപ്പോ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ മറുപടി എന്താണ്? ഇൻദ അവലി ഖദമിൻ യളഉഹാ ഫിൽ ജന്ന, ഒരടിമക്ക് അവന്റെ കാൽപാദം സ്വർഗത്തിലേക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന എപ്പോഴാണോ അപ്പോഴവന് ശരിയായ റാഹത്ത് ലഭിക്കുകയുള്ളൂ എന്നാണ്. അതിനു മുമ്പ് ലഭിക്കുന്ന റാഹത്തുകളെല്ലാം, ആശ്വാസങ്ങളും സുഖങ്ങളെല്ലാം നൈമിഷികമാണ്, നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് നന്നായിട്ട് പ്രവർത്തിക്കുക. അല്ലാഹു തആല തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കലും സ്വർഗം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്രമിക്കാൻ
സമയമില്ല. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറഞ്ഞൊരു വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അൽ ജന്നതു ലാ തുനാനു ബിൽ കസൽ. സ്വർഗം എന്ന് പറഞ്ഞാൽ അത് മടി, അതുപോലെ തന്നെ വന്നവും വറാഹ, റെസ്റ്റ് എടുത്തിട്ടും ഉറങ്ങിയിട്ടും അലസത കാണിച്ചിട്ടും നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. വഇന്നമാ തുനാലു ബിത്തഅബി ഫിൽ അഅമാലി സ്സാലിഹ. ആ സ്വർഗം കിട്ടണമെങ്കിൽ നന്നായിട്ട് സൽക്കർമ്മങ്ങളിൽ ക്ഷീണിക്ക തന്നെ വേണം. സൽക്കർമ്മം ചെയ്ത് ക്ഷീണിച്ചാൽ മാത്രമേ സ്വർഗം ലഭിക്കുകയുള്ളൂ. മടി പിടിച്ച് ഉറങ്ങി അലസരായി മുന്നോട്ട് പോയാൽ സ്വർഗം കിട്ടൂല. സ്വർഗം കിട്ടണമെന്നുണ്ടെങ്കിൽ പണിയെടുക്കണം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ 8-10 കാര്യങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും അറിയാത്തതൊക്കെ ഉണ്ടാകും. നമ്മൾ അത് എത്രത്തോളം ജീവിതത്തിൽ പകർത്തുന്നു എന്നുള്ളതാണ് വിഷയം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ അമലുകൾ قبول ചെയ്യുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.